കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പ്രീ പ്രൈമറി ടീച്ചറുടെ പരീക്ഷയായിരുന്നു അല്ലേ? ധാരാളം ഉദ്യോഗാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ഇടുക്കി, വയനാട് ജില്ലകളിലായിട്ടാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്കും മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ അവലോകനം ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. പരീക്ഷയെ സംബന്ധിച്ച് കട്ട് ഓഫ് മാർക്ക് എത്ര വരും, അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എത്രയാണ് കട്ട് ഓഫ് മാർക്ക്, പരീക്ഷ എഴുതാൻ എത്ര പേര് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, പൊതുവെയുള്ള അഭിപ്രായം എങ്ങനെയാണ്, അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇന്നത്തേക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചറുടെ പരീക്ഷ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലേക്ക് ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതുപോലെ എന്നാൽ ജനറൽ എഡ്യൂക്കേഷൻ ആണ് വയനാട് ജില്ലയിലേക്ക്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ജില്ല എടുത്താലും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയിലും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഏതാണ് വയനാട് ജില്ലയിൽ ഒരു വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ 3 വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലും എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയിൽ 2227 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ 1603 പേരാണ് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ല 2555 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ഇടുക്കി ജില്ലയിൽ 1715 പേരാണ് കൺഫർമേഷൻ കൊടുത്തത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ ഓരോ ജില്ലയിലും മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ജില്ലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 63% ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പരീക്ഷയെ സംബന്ധിച്ച് പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ എന്നോട് അഭിപ്രായപ്പെട്ടത് പരീക്ഷ വളരെ ഈസി ആയിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഉദ്യോഗാർത്ഥികൾ എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. എന്നാൽ വയനാട്, ഇടുക്കി ജില്ലകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ടാണ് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. ഓരോ ജില്ലയിലും ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പ്രത്യേകമായിട്ട് ഓരോ ജില്ലയുടെ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. ഓരോ ജില്ലക്കാരും പറഞ്ഞ അഭിപ്രായം അനുസരിച്ചാണ് നമ്മൾ പരീക്ഷയെ വിലയിരുത്തൽ നടത്തിയത്. പക്ഷേ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ വേണ്ട രീതിയിൽ ഉത്തരങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ എഴുതാൻ സാധിച്ചു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് വരുത്തിയ കുട്ടികളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്, ഞാൻ പ്രീ പ്രൈമറി ടീച്ചറുടെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ എടുത്തപ്പോൾ ഇന്നലെ ഞാൻ മാരത്തോൺ ക്ലാസ് ഓൾറെഡി ഇന്നലെ അപ്ലോഡ് ചെയ്തു. ധാരാളം കുട്ടികൾ കാണുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് അഭിപ്രായം രേഖപ്പെടുത്തി. അതിനൊക്കെ പല ഉദ്യോഗാർത്ഥികളും നന്ദിയും രേഖപ്പെടുത്തിയുണ്ടായി. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 70 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. കൊല്ലം ജില്ല എടുത്താൽ 62 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. വയനാട് ജില്ലയിൽ 53 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നത്. എന്നാൽ ഇടുക്കി ജില്ലയിൽ 55 മാർക്കാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇപ്പോൾ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 65 മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 60 മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ 50 മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യതയുള്ളത്. ഇടുക്കി ജില്ല എടുത്താൽ ഇടുക്കി ജില്ലയിലും ഏകദേശം 50 മുകളിലൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നത്തേക്കാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിച്ചു. ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടർ നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ
തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അധികം താമസിക്കാതെ തന്നെ ഒരു ഏകദേശം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതകളാണ് നിലവിലത്തെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉദ്യോഗാർത്ഥികളോട് ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ പ്രീ പ്രൈമറി ടീച്ചറുടെ വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രൊഫഷണൽ ആൻസർ കീ നാളെ തന്നെ PSC പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.